ഈ വണ്ടിയെല്ലാം കൺട്രോളുണ്ട്, നല്ല സ്പീഡും ഉണ്ട്. മറ്റേ ഫെറാറി കുറച്ച് വേഗം തെറിച്ചോ, നല്ല കൺട്രോൾ തന്നെയായാലും. പക്ഷെ ഇത് നല്ല ഹാൻഡ്ലിങ് അടിപൊളിയാണ് ഈ വണ്ടിൻ്റെ. പിന്നെ നല്ല സ്പീഡുണ്ടാവുള്ളൂ ഫെറാറി എൻജോനേക്കാളും. ഹേ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ മിനിമം കാർ സിമുലേറ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. കാർ സിമുലേറ്റർ 2 നമ്മളെ ലംബോർഗിനി വെനോൻ എന്ന ഫുൾ മോഡിഫൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അധികം സമയം എടുക്കാണ്ട് വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കാറിൽ കയറാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇന്റീരിയർ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ഇറ്റലീൻ്റെ ഫ്ലാഗ് പോലത്തെ എന്തോ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ, ഒന്നും അറിയില്ല. പിന്നെ ഫുൾ കാർബൺ ഫൈബർ അകത്തും കുറേ പെട്രോൾ പറഞ്ഞു. ഓക്കെ, കുറേ കാർബൺ ഫൈബർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫുള്ള് കാർബൺ ഫൈബർ, കുറേയൊന്നുമില്ല. ഇതോ സൈഡ് ഡോർ പാഡ്സ് മൊത്തം, സ്റ്റിയറിങ് ഫുൾ കാർബൺ ഫൈബർ. അടിപൊളിയായിട്ട് കാണാൻ. നമുക്ക് പറ്റിയ വണ്ടിയിലൊന്നും സ്പീഡ് ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വേഗം എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് റിവേഴ്സിലായിട്ട് ഭയങ്കര ചെറുതാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, 100 കുറച്ച് സമയം എടുത്ത്. ആക്സിലറേഷൻ അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ല, നല്ലുണ്ട്. 200 എത്തി. ഫെറാറിൻ്റെ അത്ര ആക്സിലറേഷൻ ഇല്ല. 250, 292. അതാണ് ഈ വേണ്ടിയിട്ട് ടോപ്പ് സ്പീഡല്ല, ഈ ദൂരമുള്ള സ്പീഡ്. ഓക്കെ ഗൈസ്, ഞാൻ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവ്. ഇതോ ഇങ്ങനെ ഇടിച്ചിട്ടാണ് പോകുന്നത്. എല്ലാം അടിക്കും, അതടിച്ച് മുന്നടിച്ച് എല്ലാം അടിക്കുന്നത്. കൂട്ടാൻ നിൽക്കുന്നില്ല, ഒരേ ലെവലിൽ തന്നെ വെക്കാൻ പോകുന്ന. ഞാൻ പോയിട്ട് എൻജിൻ മോഡിഫൈറ്റിങ്ങളൊക്കെ കാണും. ഓക്കെ, ഞാൻ ഈ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ടോപ്പ് ആക്കിയിട്ടുണ്ട്. T5 ഏരിയ, T6 അറിയാമല്ലോ, മറ്റേ ബ്ലൂ പ്രിൻസ് ആണ്. പക്ഷേ എങ്കിൽ ഈ വണ്ടിക്ക് മാക്സ് സ്പീഡ് എനിക്ക് തോന്നുന്നു ഫെറാറിൻ്റെ 9.2 ആയിരുന്നു, ഇത് 9.3 ഉണ്ട്. അപ്പം മാക്സ് സ്പീഡ് ലംബോർഗിനി എനിക്ക് കൂടുതൽ ആക്സലറേഷൻ ഫെറാറിക്കാന്ന് തോന്നുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. ഫെറാറി 420 പോയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയിനി. ഞാൻ അലോയ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ഇതന്നെ നല്ല ഈ വണ്ടിക്ക്. സസ്പെൻഷൻ പൊക്കിയ രസമുണ്ടല്ലോ, അവൻ്റെ പൊക്കാത്ത. താത്താൻ എന്തായാലും ഇനി പറ്റൂല, താത്തിയ പിന്നെ ഒരഞ്ഞില്ല വണ്ടി. ഇപ്പം തന്നെ ഇതോ വണ്ടി തട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഒന്നും ചേഞ്ച് ആണില്ല, പുറത്തു പോവാം. ഓക്കെ, ഇനി പോയിട്ട് വണ്ടീൻ്റെ കളറും സ്റ്റിക്കറെല്ലാം ആക്കിയിട്ട് വരാം. ഓക്കെ, നമ്മളെ വണ്ടി ഫുൾ മോഡിഫൈ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ക്യാമറ മോഡ് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, വണ്ടി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബുള്ള് കൊടുത്തതിൻ്റെ കാരണം ലംബോർഗിനി അല്ലേ, അതുകൊണ്ട് ബുള്ള് കൊടുക്കാൻ വിചാരിച്ചാൽ അത് യെല്ലോ തന്നെ കൊടുത്തിട്ടുണ്ട്. ലംബോർഗിനി ലോഗോ പോലെ കുറച്ച് വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ലംബോർഗിനി ലോഗോ അല്ല, പക്ഷെങ്കിൽ ബുള്ളാണല്ലോ ഒരു ലോഗോ, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. പിന്നെ സൈഡിലെല്ലാം സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. മോൾ സ്റ്റിക്കർ, സൈഡിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ചെറുങ്ങനെ കൊടുത്തിട്ടുണ്ട്. വേറെ സ്ഥലത്തൊന്നും വെച്ച് കഴിഞ്ഞാൽ ആവുന്നില്ല, അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. സൈഡിൽ ഒരു സ്റ്റിക്കർ ചെറുങ്ങനെ കുഴപ്പമായിട്ടുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി അങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കട്ടായിട്ട് ബാക്കിലേക്ക് പോകുന്നു, സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കിലെത്തി, പിന്നെ അതിൻ്റെ ഇവിടെ ബാക്കിലൊന്നും വെക്കാൻ പറ്റില്ല, കാരണം ഫുൾ കാർബൺ ഫൈബർ ആയതുകൊണ്ട് ഇമ്മൽ സ്റ്റിക്കറൊന്നും ആവുന്നില്ല. സോ ആദ്യമായിട്ടെന്തോ ഞാൻ ഇങ്ങനെ കാർബൺ ഫൈബറിലെ വണ്ടിയുണ്ട് ഈ ഗെയിമിൽ. നമുക്ക് വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ കളറൊന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം, നിങ്ങളെ കാണാം. ഓക്കെ, വണ്ടീൻ്റെ ഹെഡ്ലൈറ്റും റെഡ് ആക്കിയിട്ടുണ്ട്. വണ്ടി ടാറ്റുള്ള റെഡ് ഞാൻ പറഞ്ഞില്ല, ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ, ചെറുങ്ങനെ ഒരു പർപ്പിൾ കളർ അടിക്കുന്ന ബ്ലൂ ആണ്, അതും റെഡും കളർ കൊടുത്ത. പിന്നെ ഫ്രണ്ടിൽ പിന്നെ യെല്ലോൻ്റെ കാരണം ബുള്ളിൻ്റെ ആണ്, അതുകൊണ്ട് എനിക്ക് റെഡ് ആക്കാൻ വേണ്ട. നമുക്ക് പോയിട്ട് വണ്ടീൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. വണ്ടിയുടെ സൗണ്ടാണ്. ഈ വണ്ടിയെല്ലാം കൺട്രോളുണ്ട്, നല്ല സ്പീഡും ഉണ്ട്. മറ്റേ ഫെറാറി കുറച്ച് വേഗം തെറിച്ചോ, നല്ല കൺട്രോൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് നല്ല ഹാൻഡ്ലിങ് അടിപൊളിയാണ് ഈ വണ്ടീൻ്റെ. അടിപൊളി ബ്രേക്ക് എല്ലാം അടിപൊളിയാണ്. ആക്സലറേഷൻ മാത്രം കുറച്ച് കുറഞ്ഞു, പക്ഷെ കുഴപ്പമില്ല. അത് നൈട്രോ സ്വിച്ച് നമുക്ക് ഒപ്പിക്കാം, നൈട്രോ ഫില്ലാണ്. ഓക്കെ, വണ്ടി നൈട്രോ ഫില്ലായിട്ടുണ്ട്. ഓഫ് ആയിപ്പോയാ ഷോട്ടേക്ക്. 3, 2, 1 സ്റ്റാർട്ട്.
ഈസി ഒരു 100 200 കടത്തി 300 കടന്ന് 422. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഫെറാറിനേക്കാളും സ്പീഡ് വണ്ടിക്കുണ്ട്. ആക്സലറേഷൻ കുഴപ്പം, അതൊന്നും കുഴപ്പമില്ല. അല്ല കുഴപ്പമെന്ന് പക്ഷെ എന്നാലും ഇതിന് നല്ല സ്പീഡ് നമ്മളെ ഫെറാറിനേക്കാളും, ഫെറാറി എൻസോനേക്കാളും. സോ അടിപൊളിയാണ് വണ്ടി. നമുക്ക് പോയിട്ട് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മളെ ഫെറാറി എന്ന് പറയുമ്പോൾ ലംബോർഗിനി വെനേനുണ്ട്, ഫുൾ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാണാൻ. അപ്പം ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.